ൂരിലെ ചിത്രപ്രിയയുടെ കൊലപാതകത്തിൽ ആൺ സുഹൃത്ത് അലൻ അറസ്റ്റിൽ. കൃത്യം നടത്തിയത് മദ്യലഹരിയിലെന്ന് അലൻ പോലീസിന് മൊഴി നൽകി. ഇന്നലെ വൈകിട്ടാണ് സെബിയൂരിലെ ആളൊഴിഞ്ഞ പറമ്പിൽ ചിത്രപ്രിയയുടെ മൃതദേഹം കണ്ടെത്തിയത്. കഴിഞ്ഞ ഞായറാഴ്ച ഇരുവരും ബൈക്കിൽ സഞ്ചരിക്കുന്ന CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. വിഷ്ണുപ്രകാശ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിഷ്ണു, എന്താണ് സംഭവം? മൂത്തി, ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, അതായത് ഈ ചിത്രപ്രിയയുടെ കൊലപാതകം അത് ചിത്രപ്രിയയുടെ ആൺ സുഹൃത്തായിട്ടുള്ള അലൻ എന്ന വ്യക്തിയാണ് നടത്തിയത് എന്നുള്ളൊരു കുറ്റസമ്മതം ഈ അലൻ നടത്തിയതായിട്ടുള്ള പോലീസിന്റെ വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഇതിൽ അലൻ നിലവിൽ കസ്റ്റഡിയിലുണ്ട് പോലീസിന്റെ. ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് അലനെ കസ്റ്റഡിയിൽ എടുത്തത് എന്നതാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം വിശദമായി ചോദ്യം ചെയ്തു വരികയായിരുന്നു. ഈ തരത്തിൽ മൃതദേഹം കണ്ടെടുത്തപ്പോൾ ഉണ്ടായിരുന്ന ഈ ചിത്രപ്രിയയുടെ ദേഹത്തുണ്ടായിരുന്ന പാടുകളും മുറിവുകളും എല്ലാം അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ചോദ്യം ചെയ്തപ്പോഴാണ് അലൻ ഈ ഒരു കുറ്റസമ്മതം നടത്തിയത്. ഇതിലൊരു നിർണായകമായിട്ടുള്ള വഴിത്തിരിവായത് ഇരുവരും ബൈക്കിൽ സഞ്ചരിക്കുന്ന, അതായത് ശനിയാഴ്ചയാണ് 6-ാം തീയതിയാണ് ഈ ചിത്രപ്രിയയെ കാണാതെയാകുന്നത്. തുടർന്ന് ഞായറാഴ്ച പുലർച്ചെ 7-ാം തീയതി ഞായറാഴ്ച പുലർച്ചെ ഇരുവരും ബൈക്കിൽ മലയാറ്റൂർ പള്ളിയുടെ ഭാഗത്തുകൂടി സഞ്ചരിക്കുന്ന ഒരു CCTV ദൃശ്യം ലഭിച്ചിരുന്നു. ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്നലെ അലനെ പോലീസ് വൈകിട്ടോട് ഈ സംഭവം പുറത്തിറങ്ങിയതിന് പിന്നാലെ അലനെ കസ്റ്റഡിയിൽ എടുക്കുന്നത്. ഇതിന് ശേഷം നടത്തിയ ചോദ്യം ചെയ്യലിലാണ് അലൻ ഈ കാര്യം സമ്മതിച്ചത്. ഇതിൽ അലൻ മദ്യലഹരിയിലായിരുന്നു. ഇരുവരും യാത്ര ചെയ്ത് അതിനിടയ്ക്ക് ഈ അലനെ ഈ കുട്ടിയുമായിട്ടുണ്ടായിരുന്ന എന്തോ ഒരു സംശയത്തിന്റെ പേരിൽ നടത്തിയ ഒരു കൊലപാതകമാണ്, ഒരു കൃത്യമാണ് എന്നുള്ളതാണ് അലൻ നിലവിൽ പോലീസിനോട് സമ്മതിച്ചിട്ടുള്ളത്. ഈ വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഏതായാലും അലൻ കസ്റ്റഡിയിലുണ്ട്. ഇനിയിപ്പോൾ ചിത്രപ്രിയയുടെ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട്. ഇതിന് ശേഷം മാത്രമാകും ഒരുപക്ഷെ അറസ്റ്റിലോട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. ഏതായാലും അലൻ കുറ്റസമ്മതം നടത്തി എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് വിശദമായിട്ടുള്ള പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ താനാണ് ഈ കൊലപാതകം നടത്തിയത്. ഈ കൊലപാതകം നടത്തുമ്പോൾ മദ്യം കഴിച്ചിരുന്നു. തനിക്കുണ്ടായിരുന്ന ഒരു സംശയമാണ് ഈ കൊലപാതകത്തിലേക്ക് തന്നെ ഇങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്ന വിവരം അലൻ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. നിലവിലും അലൻ പോലീസ് കസ്റ്റഡിയിലാണ്. ഏതായാലും വരും മണിക്കൂറുകളിൽ ഇപ്പോൾ അറസ്റ്റ് അടക്കമുള്ള മറ്റു നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. മോത്തി, വിഷ്ണു, ഇത് ഈ CCTV ദൃശ്യങ്ങൾ എപ്പോഴത്തേതാണ്? അതായത് പുലർച്ചെ ഉള്ളതാണെന്ന് മനസ്സിലാക്കുന്നു. പുലർച്ചെ 1:53 സംഭവിച്ചതാണ്. ഈ കുട്ടി പഠിക്കുന്നത് ബംഗളൂരുവിലാണ് എന്നല്ലേ പറഞ്ഞിരുന്നത്? ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് വിവരം? അന്ന് നാട്ടിലുണ്ടായിരുന്ന സമയമാണോ, വീട്ടിൽ നിന്നാണോ ഇത്തരത്തിൽ പുറത്തേക്ക് പോയത്? അന്നും ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? മറ്റെന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ഈ ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാണോ? മോത്തിക്ക് ഈ ബാംഗ്ലൂരിൽ പഠിക്കുന്ന വിദ്യാർത്ഥി, ഏവിയേഷൻ വിദ്യാർത്ഥിനിയാണ് ഈ മരിച്ച ചിത്രപ്രിയ എന്ന് പറയുന്നത്. ചിത്രപ്രിയ നാട്ടിലേക്ക് ലീവിന് എത്തിയതായിരുന്നു. തുടർന്ന് ഇവിടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഉത്സവത്തിൽ പങ്കെടുക്കാനായിട്ടായിരുന്നു 6-ാം തീയതി ശനിയാഴ്ച വൈകിട്ടോടെ ചിത്രപ്രിയ വീട്ടിൽ നിന്നും മടങ്ങുന്നത്. ഇതിനുശേഷമാണ് ചിത്രപ്രിയയെ കാണാതാകുന്നത്. ഇപ്പോൾ നമുക്ക് പുറത്തു വന്നിരിക്കുന്ന ആ CCTV ദൃശ്യങ്ങൾ ഞായറാഴ്ച പുലർച്ചെ, അതായത് വെളുപ്പിന് 1 മണിയോട് അടുപ്പിച്ചുള്ള സമയത്തുള്ള CCTV ദൃശ്യങ്ങളാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നമുക്ക് ഇങ്ങനെയൊരു നിഗമനം, അതായത് ഈ ഉത്സവത്തിൽ പങ്കെടുത്ത് അവിടെ നിന്നും ഒരുപക്ഷെ സുഹൃത്തിന്റെ ഒപ്പം പോയതാകാം ചിത്രപ്രിയ. അതിന് മുൻപുള്ള ദൃശ്യങ്ങളാണ്. ആ CCTV ദൃശ്യങ്ങളിൽ മറ്റു അസ്വാഭാവികതകളൊന്നുമില്ല. ബൈക്കിൽ സഞ്ചരിക്കുന്ന ദൃശ്യങ്ങൾ മാത്രമാണുള്ളത്. അപ്പോൾ അതിനുശേഷം നടത്തിയ ഒരുപക്ഷെ മദ്യം കഴിച്ചതിന് ശേഷം എന്തെങ്കിലും ഉണ്ടായ ഒരു പ്രകോപനമോ, അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അലൻ ഇപ്പോൾ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത് തനിക്കുണ്ടായ ഒരു സംശയമാണ് ഇത് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ള ഒരു കാര്യമാണ് പോലീസിന് മുന്നിൽ അലൻ സമ്മതിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ അതിനുശേഷമായിരിക്കാം ഇവർ തമ്മിലുള്ള ഒരു അസ്വാരസ്യങ്ങൾ ഉണ്ടായത്. അതിനെ പ്രകോപിതനായിട്ടായിരിക്കണം ഒരുപക്ഷെ ഈ ഒരു കൊലപാതകം നടന്നിട്ടുണ്ടാവുക. ഏതായാലും അലന്റെ മൊഴി നിർണായകമാണ്. ഇനി വിശദമായിട്ടുള്ള കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഇതിൽ വേണ്ട കാര്യമാണ്. അലൻ നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന കാര്യം. CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നത് അതിൽ ഏറെ നിർണായകമായിരുന്നു. കാരണം ഈ അലനിലേക്ക് എത്താനായിട്ട് പോലീസിനെ ഏറെ സഹായിച്ചത് ഈ CCTV ദൃശ്യങ്ങളാണ്. കാരണം ഈ ചിത്രപ്രിയയെ കാണാതെയായി എന്ന് പറയുന്ന ആ സമയത്തോട് അനുബന്ധിച്ചുള്ള, അല്ലെങ്കിൽ അതിനോട് അടുപ്പിച്ചുള്ള CCTV ദൃശ്യങ്ങളാണ് ഈ പുറത്തു വന്നിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്നലെ ഈ കൊലപാതകം പുറത്തിറങ്ങിയതിനു ശേഷം ഈ മരണം പുറത്തിറങ്ങിയതിനു ശേഷം ഈ അലനെ കസ്റ്റഡിയിൽ എടുക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഇന്നലെ രാത്രി മുതൽ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന അലനെ പോലീസ് ചോദ്യം ചെയ്തു വരികയായിരുന്നു. ഇതിനൊടുവിലാണ് ഈ അലന്റെ ഒരു കുറ്റസമ്മതവും ഇപ്പോൾ പോലീസ് ഇയാൾ തന്നെയാണ് ഈ കൊലപാതകം നടത്തിയത് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തിയത്. ഇന്നലെയും ഈ മൃതദേഹം കണ്ടെടുക്കുമ്പോൾ ഈ ശിവപ്രിയയുടെ ദേഹത്ത് ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടായിരുന്നു. അതിൽ തന്നെ പോലീസ് പറഞ്ഞത് പ്രത്യേകം ഒരാൾ സ്വയം മരിക്കുകയാണെങ്കിൽ ഉണ്ടാവുന്ന തരത്തിലുള്ള മുറിവുകളല്ല ഇതിലുള്ളത്. ഇത് പുറത്തുനിന്നുള്ള ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ആൾ ഏതായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാകുമെന്ന് കരുതാം. മാത്രമല്ല, പ്രതി പോലീസ് കസ്റ്റഡിയിലുണ്ട്. ചോദ്യം ചെയ്യലിലും വിശദാംശങ്ങൾ പുറത്തേക്ക് വരും. എങ്ങനെയാണ് കൊലപ്പെടുത്തിയത്, എന്തിനായിരുന്നു കൃത്യമായി തുടങ്ങിയ കാര്യങ്ങൾ, ഈ യാത്രയുമായി ബന്ധപ്പെട്ടുമൊക്കെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് വ്യക്തമാകുമെന്ന് കരുതാം. വിഷ്ണു പ്രകാശാണ് വിവരങ്ങൾ നൽകിയത്.